ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഹൗ ആർ യു? എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ ഡേ 3യുടെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ്റഗ്രേഷൻ ഡേ 1ൻ്റെ തുടർച്ചയായിട്ടാണ് ഡേ 2 വരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഡേ 3 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ആക്ടിവിറ്റി 11 പ്രവർത്തനം 11 ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. നല്ല ശീലങ്ങൾ. അരിയും പയറും പച്ചക്കറിയും പാലും പഴവും മുട്ടയുമെല്ലാം നമ്മൾക്ക് ആവശ്യം. നന്നായി വളരാനെന്നും. ഓക്കെ, നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം മാത്രം പോരാ, ആരോഗ്യശീലങ്ങളും പാലിക്കണം. നല്ല ആരോഗ്യശീലങ്ങൾക്ക് നേരെ ഇതുപോലൊരു സ്മൈലി വരച്ചു ചേർക്കൂ. ഓക്കെ, ഇവിടെ നമുക്ക് കുറേ ആഹാരശീലങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ നല്ല ആരോഗ്യശീലങ്ങൾക്ക് നേരെ നമ്മൾ ഇതേപോലെയുള്ളൊരു സ്മൈലി വരച്ച് ചേർക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ആരോഗ്യശീലങ്ങളിൽ നിന്നും നല്ലതിന് നേരെ നമ്മൾ സ്മൈലി, ഹാപ്പി സ്മൈലി ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കണം. ഓക്കെ, ഒന്നാമത്തേത് എന്താണ്? തുറന്നു വെച്ച ആഹാരം കഴിക്കാറില്ല. തുറന്നു വെച്ച ആഹാരം കഴിക്കാറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല ആരോഗ്യശീലമാണോ? അതെ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഒരു ഹാപ്പി സ്മൈലി വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തേത് നഖങ്ങൾ നീട്ടി വളർത്തും. അതൊരു ചീത്ത ആരോഗ്യശീലമാണ്. അടുത്തത് നോക്കൂ, ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകും. അതും നല്ലൊരു ആരോഗ്യശീലമാണ്. അപ്പോൾ നമുക്കിവിടെ ഹാപ്പി ആക്കി കൊടുക്കാം. അടുത്തത് നോക്കൂ, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കൂ. അതും നല്ല ആരോഗ്യശീലമാണ്. ഓക്കെ, അടുത്തത് എന്നും കുളിക്കാറില്ല. അത് ചീത്ത ശീലമാണ് അല്ലേ? അടുത്തത് നോക്കൂ, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. അതും നല്ല ആരോഗ്യശീലങ്ങളിൽ പെട്ടതാണ്. അടുത്തത് എന്താണ്? പഴകിയ ആഹാരം കഴിക്കും. അതും ചീത്ത ആരോഗ്യശീലമാണ്. അടുത്തത് എന്താണ്? 2 നേരം പല്ല് തേക്കും. അത് നല്ല ആരോഗ്യശീലങ്ങളിൽ പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ആരോഗ്യശീലങ്ങൾക്ക് നേരെ ഹാപ്പി സ്മൈലി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ്സ് ഫൈൻഡ് ദ സം ടോട്ടൽ കണ്ടുപിടിക്കാനുള്ളതാണ്. ലുക്ക് അറ്റ് ദ നോട്ട്സ് ആൻഡ് കോയിൻസ് വിത്ത് റഹീം ആൻഡ് മിനി. റഹീമിൻ്റെയും മിനിയുടെയും കയ്യിലുള്ള നോട്ടുകളും കോയിനുകളും നോക്കൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, റഹീമിൻ്റെ കയ്യിൽ 3 10 റുപ്പി നോട്ട്സ് ഉണ്ട്. അതുപോലെ 1 2 3 4 5 1 റുപ്പി കോയിനുണ്ട്. 3 10 രൂപയുടെ നോട്ടും 5 1 രൂപ കോയിനുമുണ്ട്. മിനിയുടെ കയ്യിലോ 2 10 രൂപ നോട്ടുണ്ട്. അതുപോലെ തന്നെ 3 1 രൂപയുടെ കോയിനുമുണ്ട്. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഓരോരുത്തരുടെ കയ്യിലും എത്ര രൂപയാണ് ടോട്ടലുള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് റഹീമിൻ്റെ നോക്കാം. റഹീമിൻ്റെ കയ്യിൽ 3 10 റുപ്പി നോട്ട്സ് ഉണ്ട്. അതായത് 10 + 10 + 10. അങ്ങനെ 3 10 രൂപ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 30 രൂപ കിട്ടും. ഓക്കെ, പിന്നെയോ 5 1 രൂപ കോയിനുമുണ്ട്. അപ്പോൾ 5 1 രൂപ കോയിന് കൂട്ടിയാൽ 5. അങ്ങനെ ടോട്ടൽ എത്ര രൂപയുണ്ട്? റഹീമിൻ്റെ കയ്യിൽ 35 റുപ്പീസ്, 35 രൂപ. അടുത്തതാരാണ്? മിനിയുടെ കയ്യിൽ 2 10 റുപ്പി നോട്ട്സ് ആണുള്ളത്. അതായത് 10 + 10 20 രൂപ. പിന്നെയോ 3 1 റുപ്പി കോയിനും. 3 1 റുപ്പി കോയിൻ എന്ന് പറയുമ്പോൾ 3. അങ്ങനെ 23 റുപ്പീസാണ് മിനിയുടെ കയ്യിലുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി വിത്ത് റഹീം ആൻഡ് മിനി? റഹീമിൻ്റെയും മിനിയുടെയും കയ്യിൽ ടോട്ടൽ എത്ര രൂപയുണ്ട്? അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 പേരുടെയും കയ്യിൽ എത്ര രൂപയുണ്ടോ അത് നമ്മളിവിടെ ആഡ് ചെയ്ത് എഴുതണം. ഓക്കെ, 23 + 35 നമുക്ക് എങ്ങനെ ചെയ്യാം? നോക്കൂ, നമ്മൾ 23 + 35. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 3ഉം 5ഉം കൂടെ ആഡ് ചെയ്യണം. 3ഉം 5ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 6 7 8 അല്ലേ? 8 കിട്ടി, 8. അതുപോലെ 2ഉം 3ഉം കൂടി ആഡ് ചെയ്യണം. 2ഉം 3ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 5 കിട്ടും.
അങ്ങനെ ടോട്ടൽ 58 രൂപയാണ് രണ്ടുപേരുടെയും കയ്യിൽ ആയിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കൂ, ഫൈൻഡ് ദ സം. ടോട്ടൽ കണ്ടുപിടിക്കാനുള്ളതാണ്. സിമ്പിളാണ്. 24 + 12 43 + 26. സിമ്പിളല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം 24 + 12. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ 4ഉം 2ഉം, അതായത് വൺസിൻ്റെ പൊസിഷനിലുള്ള രണ്ട് നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്തിട്ട് അതിന് നേരെ താഴെ എഴുതും. 4ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 6 കിട്ടും. അതുപോലെ നെക്സ്റ്റ് ചെയ്യാനുള്ളത് 2ഉം 1ഉം. ഈ 2ഉം 1ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെയും എഴുതും. 2 + 1 എത്രയാണ്? 3. ഓക്കെ, അപ്പോൾ 36 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ, 43 + 26. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വൺസിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യണം. അപ്പോൾ 3 + 6 എത്രയാണ്? 9, 9. അടുത്തത് ടെൻസിൻ്റെ സ്ഥാനത്തുള്ളത്. ഓക്കെ, 4 + 2 6. ഓക്കെ, 69. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രവർത്തനം 13. കഥ പൂർത്തിയാക്കാം. കാക്കച്ചി പെണ്ണ് മുട്ടയിട്ടു. കോലൻ പാമ്പ് അതറിഞ്ഞു. കാക്കച്ചി ഇര തേടി പോയ നേരം പാമ്പ് മരത്തിലേക്ക് ഇഴഞ്ഞു കയറി. കുഞ്ഞിക്കിളി അത് കണ്ടു. അവൾ പാമ്പിനെ ഓടിക്കാൻ ശ്രമിച്ചു. പാമ്പ് കുഞ്ഞിക്കിളിയെ പേടിപ്പിച്ചു. പിന്നെന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കഥ മനസ്സിലായല്ലോ? അതായത് കാക്ക മുട്ടയിട്ടു. അപ്പോൾ കാക്ക മുട്ടയിട്ട വിവരം പാമ്പ് അറിഞ്ഞു. പാമ്പ് കാക്കയുടെ മുട്ട തിന്നാൻ വേണ്ടിയിട്ട് മരത്തിൽ ഇഴഞ്ഞു കയറി. അപ്പോൾ പാമ്പ് കയറി വരുന്നത് കണ്ട കുഞ്ഞിക്കിളി പേടിച്ചിട്ട് പാമ്പിനെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ പാമ്പ് കുഞ്ഞിക്കിളിയെ പേടിപ്പിച്ചു. പിന്നെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ കഥ പൂർത്തിയാക്കണം. നമുക്കിവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, ഒരു സൂചനയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കഥ എഴുതി പൂർത്തിയാക്കാം. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഈ ചിത്രത്തിൽ നമ്മുടെ കുഞ്ഞിക്കിളിയുണ്ട്, പിന്നെ ഈ ഇരിക്കുന്നത് കീരിയാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കുഞ്ഞിക്കിളി കീരിയോട് വന്ന് കാര്യം പറഞ്ഞു. ഓക്കെ, ഇനിയോ അടുത്ത ചിത്രത്തിൽ എന്തായിരിക്കും? അടുത്ത ചിത്രത്തിൽ എന്താണുള്ളത്? ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരാശയത്തിനനുസരിച്ച് നമുക്ക് കഥ പൂർത്തിയാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടമുള്ള രൂപത്തിൽ എഴുതാം. അതിന് നല്ലൊരു അവസാനവും നമ്മൾ കൊടുക്കണം. അതുപോലെ കഥയ്ക്ക് അനുയോജ്യമായ പേരും നൽകണം. ഓക്കെ, കഥയ്ക്ക് നല്ല മാച്ചായിട്ടുള്ള പേര് നൽകണം. പാമ്പും കുഞ്ഞിക്കിളിയും എന്നോ അല്ലെങ്കിൽ പാമ്പും കീരിയും എന്നോ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫിൽ ഇൻ ദ കോളംസ്. റൈറ്റ് 19 ഇൻ ഡിഫറെൻറ്റ് വേസ്. നമുക്കിവിടെ 19 എന്ന നമ്പർ തന്നിട്ടുണ്ട്. ഈ 19നെ നമ്മൾ ഡിഫറെൻറ്റ് വേസിൽ, വ്യത്യസ്ത രൂപങ്ങളിൽ എഴുതണം. ഓക്കെ, എത്ര ടെൻസ് ആണ്? 1 tens ഡാഷ് വൺസ്, 5 + 10 + ഡാഷ്, പിന്നെ 2 നമ്പേഴ്സ് പ്ലസ് ചെയ്തിട്ട് 1 ഡാഷ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 20, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇവിടെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, 19 എന്ന നമ്പറിൽ എത്ര വൺസ് വരുന്നുണ്ട്? എത്ര വൺസ് വരുന്നുണ്ട്? 19ൽ 19 ടൈംസ് വൺസ് ഉണ്ട് അല്ലേ? അതായത് 19ൽ 19 തവണ 1 പോകും, ആണല്ലോ. സെക്കൻഡ് എന്താണ്? 19ൽ 1 tens ഡാഷ് വൺസ്. 19 എന്ന് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? 10 + 9 ആണ്. അതായത് 1 10 ഉണ്ട്, ബാക്കിയോ 9 വൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 9 എന്നിവിടെ എഴുതാം, 9 വൺസ്. നെക്സ്റ്റ് നോക്കൂ, 5 + 10 + ഡാഷ്. അപ്പോൾ നമുക്കവിടെ കണ്ടുപിടിക്കണം. 5 + 10 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15ലേക്ക് ഇനി എത്ര കൂട്ടിയാലാണ് 19 ലഭിക്കുക? നമുക്ക് വിരലിൽ എണ്ണി ചേർത്ത് നോക്കാം. ഓക്കെ, 15, 16, 17, 18, 19, 4 ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ 4 ചേർക്കാം. നെക്സ്റ്റ് നോക്കൂ, ഡാഷ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 20. 20ൽ നിന്ന് ഏത് നമ്പർ കുറച്ചാലും നമുക്ക് 19 കിട്ടുക? 1 അല്ലേ? ഇനി നെക്സ്റ്റ് ഉണ്ട് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്തിട്ട് എഴുതാൻ. നമുക്ക് ഏതും എഴുതാം. ഞാനിവിടെ 10 + 9, സിമ്പിളായിട്ടുള്ള 10 + 9 എഴുതി. ഓക്കെ, സിമ്പിളാണല്ലോ. ഇത്തരം ആക്ടിവിറ്റീസ് എന്തായാലും വരും. നിങ്ങൾ ഇതിൻ്റെ പല നമ്പേഴ്സും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇൻ്റഗ്രേഷൻ ഡേ 3യുടെ എക്സാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു മോഡലിലുള്ള
വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഓരോ നമ്പർ വെച്ചിട്ടും ഓരോ മോഡൽ വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് ചെയ്ത് നോക്കുക. നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എല്ലാ മക്കൾക്കും നന്നായി എക്സാം എഴുതാനും നല്ല പോലെ വിജയിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ.